ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു. അധ്യായം 8 പരമപദപ്രാപ്തി. ശ്ലോകം 25. ധൂമോ രാത്രിസ്ഥതാ കൃഷ്ണഃ ഷണ്മാസാ ദക്ഷിണായനം തത്ര ചാന്ദ്രമസം ജ്യോതിർ യോഗി പ്രാപ്യ നിവർത്തതേ. വിവർത്തനം. ധൂമസാന്നിധ്യം, രാത്രി, കൃഷ്ണപക്ഷം, ദക്ഷിണായനം എന്നീ സമയങ്ങളിൽ മരിക്കുന്ന യോഗി ചന്ദ്രലോകം പോകുന്നു. അയാൾ വീണ്ടും ഭൂമിയിൽ ജനിക്കും. ഭാവാർത്ഥം. ഭാഗവതം 3-ാം അധ്യായത്തിൽ കപിലമുനി പറയുന്നുണ്ട്, ഭൂമിയിൽ വെച്ച് ഫലോദിഷ്ട കർമ്മങ്ങളും യജ്ഞക്രിയകളും അനുഷ്ഠിക്കുന്നവർ മരിച്ച് ചന്ദ്രലോകത്തിലെത്തുന്നുവെന്ന്. ഈ മഹാത്മാക്കൾ ദേവഗണിതപ്രകാരം ഏതാണ്ട് 10,000 വർഷങ്ങൾ ചന്ദ്രനിൽ ജീവിക്കുകയും സോമരസം ആസ്വദിച്ച് ആനന്ദിക്കുകയും ചെയ്യുന്നു. എന്നിട്ട് യഥാകാലം ഭൂമിയിലേക്ക് തിരിച്ചുവരും. ചന്ദ്രനിൽ കൂടുതൽ ഉത്കൃഷ്ടരായ ജീവാത്മാക്കളുണ്ടെന്ന് ഇതിൽ നിന്ന് അനുമാനിക്കാം. സ്ഥൂലേന്ദ്രിയങ്ങളാൽ അവരെ കാണാൻ കഴിയില്ലെന്നേയുള്ളൂ. ശ്ലോകം 26. ശുക്ലകൃഷ്ണേ ഗതീഹ്യേതേ ജഗതഃ ശാശ്വതേ മതേ ഏകയായാത്യനാവൃത്തി മന്യയാ വർത്തതേ പുനഃ. വിവർത്തനം. ഭൂമിയിൽ നിന്ന് പോകാൻ 2 മാർഗങ്ങളാണുള്ളതെന്ന് വേദങ്ങൾ ഘോഷിക്കുന്നു. ഒന്ന് പ്രകാശത്തിലും മറ്റൊന്ന് അന്ധകാരത്തിലും. വെളിച്ചത്തിലൂടെ പോയവർ തിരിച്ചു വരാറില്ല. ഇരുട്ടിലൂടെ പോയവർക്ക് മടങ്ങി വന്നേ കഴിയൂ. ഭാവാർത്ഥം. മരണം, പുനർജന്മം ഇവയെപ്പറ്റി ഇതേ വിവരണമാണ് പണ്ഡിതൻ ബലദേവ വിദ്യാഭൂഷൺ ഛാന്ദോക്യോപനിഷത്തിൽ 5.10.3.5 നിന്നെടുത്തു കാട്ടുന്നത്. ഫലമുദ്ദേശിച്ച് കർമ്മം ചെയ്യുന്നവരും തത്വജ്ഞാനപരമായ ഊഹാപോഹങ്ങൾ നടത്തുന്നവരും അനാദികാലം മുതൽക്കേ ഭൂമിയിൽ വന്നും പോയും ഇരിക്കുന്നു. കൃഷ്ണന് സ്വയം സമർപ്പിതരാകാത്തതിനാൽ അക്കൂട്ടർക്ക് വാസ്തവത്തിൽ ഒരിക്കലും ആത്യന്തിക മുക്തി ലഭിക്കാറില്ല. ശ്ലോകം 27. നൈതേ ശ്രുതി പാർത്ഥ ജാനന്യോഗീ മുഹ്യതി കശ്ചന തസ്മാത് സർവേഷു കാലേഷു യോഗയുക്തോ ഭവാർജുന. വിവർത്തനം. ഈ 2 വഴികളെയും കുറിച്ച് അറിഞ്ഞിട്ടും ഭക്തൻ സംഭ്രമിക്കുന്നില്ല. അതിനാൽ അർജുന, എല്ലായ്പ്പോഴും ഭക്തിയിൽ ഉറച്ചു നിൽക്കുക. ഭാവാർത്ഥം. ഭൗതിക ലോകം വിട്ടുപോകുന്ന ആത്മാവിൻ്റെ ഈ വ്യത്യസ്ത മാർഗങ്ങളെയോർത്ത് സംഭ്രമിക്കേണ്ടതില്ലെന്ന് ഭഗവാൻ അർജുനനോട് ഉപദേശിക്കുന്നു. യാദൃശ്ചികമായിട്ടാണോ, മുൻ നിശ്ചയിച്ച പ്രകാരമാണോ ഇവിടം വിട്ടു പോകേണ്ടതെന്ന് ചിന്തിച്ച് ഭഗവത് ഭക്തൻ വ്യാകുലപ്പെടേണ്ടതില്ല. അയാൾ കൃഷ്ണാവബോധത്തിൽ ഉറച്ചു നിൽക്കുകയും ഹരേ കൃഷ്ണ നാമോച്ചാരണം തുടരുകയും ചെയ്താൽ മതി. ഈ 2 വഴികളെയും കുറിച്ചും ഏറെ ഉത്കണ്ഠ കൊള്ളുന്നത് ക്ലേശകരമാണ്. ഭഗവത് സേവനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കൃഷ്ണാവബോധത്തിൽ മുഴുകാൻ ഏറ്റവും ഉത്തമമായ ഉപായം. ആധ്യാത്മിക ലോകത്തിലേക്കുള്ള മാർഗത്തെ ഇത് നിശ്ചിതവും ഋജുവുമാക്കുന്നു. യോഗയുക്ത എന്ന വാക്കിനിവിടെ അത്യന്തം പ്രസക്തിയുണ്ട്. യോഗനിഷ്ഠനായവൻ തൻ്റെ സർവപ്രവർത്തനങ്ങളിലും കൃഷ്ണാവബോധഭരിതനായിരിക്കും. അനാസക്തസ്യ വിഷയാൻ യഥാർഹമുപയുജ്ഞതഃ എന്ന് രൂപഗോസ്വാമി ഉപദേശിക്കുന്നു. ഭക്തൻ ഭൗതിക വിഷയങ്ങളിൽ അനാസക്തനായി കൃഷ്ണാവബോധത്തോടെ സർവകർമ്മങ്ങളും ചെയ്യണം. യുക്തവൈരാഗ്യമെന്ന ഈ പ്രക്രിയ ഒരാളെ പരിപൂർണതയിലെത്തിക്കുന്നു. അതുകൊണ്ട് ഈ വിവരണങ്ങൾ കൊണ്ടൊന്നും ഭക്തൻ അസ്വസ്ഥനാകുന്നില്ല. ഭക്തിയുത സേവനം കൊണ്ട് തനിക്ക് ഭഗവത് ധാമത്തിലേക്കെത്താൻ കഴിയുമെന്നത് സുനിശ്ചിതമാണ്. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു.